ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് റീഡിങ് ഫ്രം ഫ്രഞ്ചസിലെ മൊഡ്യൂൾ 2-ലെ ലാസ്റ്റ് ചാപ്റ്ററാണ്. ദ നെയിം ഈസ് എവറിത്തിങ് നീഡ് ടു നോ ലേൺ ഇൻ ദ ഫോറസ്റ്റ്. അപ്പോൾ എവറിത്തിങ് എന്ന് പറഞ്ഞാൽ വേണ്ടതെല്ലാം, നീഡ് ടു നോ എന്ന് പറയുമ്പോൾ അറിയേണ്ടത്, ലേൺ ഫ്രം ദ ഫോറസ്റ്റ് കാടുകളിൽ നിന്നും പഠിച്ചു. ഇതൊരു എസ്സേയാണ്, വന്ദന ശിവേരെയാണ്. അപ്പോൾ ഈ ഒരു എസ്സേയിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് ആ ഒരു റൈറ്റർക്ക് വന്ദന ശിവയ്ക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണ് പ്രകൃതി, അല്ലെങ്കിൽ കാടുകൾ, അവിടുത്തെ ചെടികൾ, ജീവജാലങ്ങൾ എന്നൊക്കെ. അപ്പോൾ നല്ലൊരു പരിസ്ഥിതിവാദി അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷക എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. വന്ദന ശിവനെ പറ്റിയിട്ട് നമുക്ക് അങ്ങനെയൊക്കെ പറയാനായിട്ട് പറ്റും. അത്രയും അവർക്ക് പ്രകൃതിയോടൊക്കെ ഒരു സ്നേഹം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് വന്ദന ശിവ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ദ എസ്സേ എവറിത്തിങ് ഐ നീഡ് ടു നോ ലേൺഡ് ഇൻ ദ ഫോറസ്റ്റ് വാസ് ഒറിജിനലി പബ്ലിഷ്ഡ് ഇൻ ദ വിൻ്റർ 2012 ഇഷ്യൂ ഓഫ് യെസ് മാഗസിൻ. ഈ ഒരു എസ്സേ എവറിത്തിങ് നീഡ് ടു നോ ലേൺ ഇൻ ദ ഫോറസ്റ്റ് അതൊരു പബ്ലിഷ് ചെയ്യുന്നത് ഒരു വിൻ്റർ 2012 ഇഷ്യൂ ഓഫ് യെസ് എന്ന് പറഞ്ഞ ഒരു മാഗസീനിലാണ്. ദ ലാസ്റ്റ് സെക്ഷൻ ഓഫ് ദ എസ്സേ, ഈ നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു എസ്സേയുടെ അവസാന ഭാഗം എടുത്തിട്ടുള്ളത് ഫോറസ്റ്റ് ആൻഡ് ഫ്രീഡം എന്ന് പറഞ്ഞിട്ടുള്ള വന്ദന ശിവേര തന്നെ ഒരു വർക്കിൽ നിന്നാണ്. പബ്ലിഷ്ഡ് ഇൻ മെയ് അല്ലെങ്കിൽ ജൂൺ 2011 എഡീഷൻ ഓഫ് റീസർജൻസ് മാഗസിൻ. പബ്ലിഷ് ചെയ്തിട്ടുള്ള ആ ഒരു ഇതിൽ നിന്നാണ്, ഫോറസ്റ്റ് ആൻഡ് ഫ്രീഡം പറഞ്ഞുള്ള ഒന്നിൽ നിന്നാണ് ഇതിൻ്റെ ലാസ്റ്റ് സെക്ഷൻ നമുക്ക് പഠിക്കാനുള്ള ഇതിൻ്റെ ലാസ്റ്റ് സെക്ഷനും എടുത്തിട്ടുള്ളത്. ദ കറൻറ്റ് എസ്സേ ഈസ് ടേക്കൺ ഫ്രം നമ്മൾ പറഞ്ഞു. ഇപ്പം നമുക്ക് പഠിക്കാനുള്ള ഒരു എസ്സേ എവറിത്തിങ് ഐ നീഡ് ടു നോ ലേൺഡ് ഇൻ ദ ഫോറസ്റ്റ് എന്ന് പറയുന്നത് എടുത്തിട്ടുള്ളത് വിൻ്റർ 2013 ഇഷ്യൂ ഓഫ് നംദ ജേർണലിൽ നിന്നാണ്. ദ എസ്സേ ട്രേസസ് ദ എക്കോളജിക്കൽ ജേർണി ഓഫ് വന്ദന ശിവ. അണ്ടർലൈൻ ചെയ്യുക. ഈ ഒരു എസ്സേയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പരിസ്ഥിതിപരമായിട്ടുള്ള വന്ദന ശിവയുടെ ഒരു യാത്രയാണ്. ഇൻ ഫൈറ്റിംഗ് എഗെയിൻസ്റ്റ് ദ എക്സ്പ്ലോയിറ്റേഷൻ, പ്രകൃതിക്ക് വേണ്ടി അവർ നടത്തുന്നൊരു യാത്ര, പ്രകൃതിയെ സംരക്ഷിക്കാൻ, പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ അവർ നടത്തുന്നൊരു യാത്രയാണ്. അതേസമയം അവർ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനെതിരായിട്ടാണ് അവർ പോരാടുന്നത്? എക്സ്പ്ലോയിറ്റേഷൻ, പ്രകൃതി പല രീതിയിൽ ചൂഷണം ചെയ്യപ്പെടുകയാണ്. എക്യുമുലേഷൻ, നശിക്കുകയാണ്, ചൂഷണം ചെയ്യപ്പെടുകയാണ് നമ്മുടെ പ്രകൃതി. ആ പ്രകൃതിനെ രക്ഷിക്കാൻ അവർ പോരാടുന്നതും ഫൈറ്റ് ചെയ്യുന്നതും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള ഒരു എക്കോളജിക്കൽ ജേർണിയിലെ ഒരു ട്രേസ്, അല്ലെങ്കിൽ ആ ട്രേസാണ് ഈ ഒരു എസ്സേയിൽ കാണാൻ പറ്റുന്നത്. ആ ഒരു സെൻറ്റൻസ് ഫുള്ളായിട്ട് പഠിക്കുക കേട്ടോ. The essay traces the ecological journey of Vandana Shiva in fighting against the exploitation and accumulation of nature. പ്രകൃതി ചൂഷണം ചെയ്യപ്പെടുന്നു, പ്രകൃതി നശിക്കുന്നു. ഇതിനെതിരെയുള്ള ഒരു പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള വന്ദന ശിവ എന്ന് പറഞ്ഞ റൈറ്ററിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രകൃതി സ്നേഹിയുടെ എക്കോളജിക്കലായിട്ടുള്ള ഒരു യാത്രയാണ് നമുക്ക് ഈ ഒരു എസ്സേയിൽ ട്രേസ് ചെയ്ത് കാണാൻ പറ്റുക. അടുത്ത് നോക്കുക. ഷീ ലേൺ അബൌട്ട് ദ വാല്യൂ ഓഫ് നേച്ചർ ഫ്രം അൺഎഡ്യൂക്കേറ്റഡ് പെസൻറ്റ് വിമൻ ഓഫ് ഗർവായ് ഹിമാലയ. അപ്പോൾ ഈ വന്ദന ശിവ പ്രകൃതി നമുക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്, അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ആ പ്രകൃതിയുടെ മൂല്യം, അതൊക്കെ വന്ദന ശിവ പഠിക്കുന്നത് വിദ്യാഭ്യാസം ഇല്ലാത്ത കർഷക സ്ത്രീകളുണ്ടായിരുന്നു, അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പെസൻറ്റ് വിമൻ ഉണ്ടായിരുന്നു ഓഫ് ഗാർവാൾ ഹിമാലയത്തിലെ ഗാർവാളിൽ. അവരുടെ സ്ത്രീകളിൽ നിന്നാണ്, അവർക്ക് വിദ്യാഭ്യാസം ഒന്നുമില്ല, അവരിൽ നിന്നാണ് നമ്മുടെ പ്രകൃതിയുടെ മൂല്യം വന്ദന ശിവ ശരിക്കും പഠിക്കുന്നത്. ആ ലിറിക്കൽ സ്റ്റോറി ടെല്ലർ, ഒരു കവിതാപരമായിട്ടാണ് അവരെല്ലാ കാര്യങ്ങളും പറയുക വന്ദന ശിവ കേട്ടോ. അത് വന്ദന ശിവയുടെ ഒരു പ്രത്യേകതയാണ്. ആ ലിറിക്കൽ സ്റ്റോറി ടെല്ലർ വന്ദന ശിവ ബിഗിൻസ് ഫ്രം ദ റൂട്ട്സ് ഓഫ് ചിപ്കോ മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ. അവർ ആ ഒരു തുടക്കം കുറിക്കുന്നത് തന്നെ ചിപ്കോ മൂവ്മെൻറ്റിൽ നിന്നാണ്. ചിപ്കോ മൂവ്മെൻറ്റ്, അപ്പം നമുക്ക് ആദ്യം ചിപ്കോ മൂവ്മെൻറ്റിനെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്താ ചിപ്കോ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്? അത് 1970s 1970-കളിൽ ദ ചിപ്കോ മൂവ്മെൻറ്റ് വാസ് സ്റ്റാർട്ടഡ്. ഈ ഒരു ചിപ്കോ മൂവ്മെൻറ്റ് തുടങ്ങുന്നത് ആരാണ്? ബൈ സുന്ദർലാൽ ബഹുഗുണയാണ് തുടങ്ങുന്നത് ഇൻ ഗാർവാൾ ഫോറസ്റ്റ്. ഹിമാലയത്തിൽ ഗാർവാൾ ഫോറസ്റ്റിൽ സുന്ദർലാൽ ബഹുഗുണയാണ് ചിപ്കോ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
The movement was aimed at supporting the felling of trees for commercial purposes. ഈ ഒരു ചിപ്കോ മൂവ്മെൻറ്റ് മരം വെട്ടുന്നതിന് എതിരായിട്ടായിരുന്നു. പൈസ ഉണ്ടാക്കാനും വീട് പണിക്കും അങ്ങനെ അതുപോലെ തന്നെ മരം ഈ ചെയർ ടേബിൾ അതൊക്കെ ഉണ്ടാക്കാനായിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നതിനെതിരെ വന്നിട്ടുള്ള ഒരു മൂവ്മെൻറ്റാണ് ഈ ഒരു ചിപ്കോ മൂവ്മെൻറ്റ്. ദ മൂവ്മെൻറ്റ് വാസ് നോൺ വയലൻറ്റ്. അക്രമമുള്ള മൂവ്മെൻ്റ് ഒന്നുമല്ല. എന്താ വില്ലേജേഴ്സ് ഹഗ്ഡ് ട്രീസ് ടു സ്റ്റോപ്പ് ദം ഫ്രം ബീങ് ഫെൽഡ്. മരം വെട്ടി മുറിക്കുമ്പോൾ അത് വെട്ടി മുറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്രാമവാസികൾ എന്ത് ചെയ്തു, ഈ മരം വെട്ടുന്ന സമയത്ത് മരം വെട്ടാതിരിക്കാൻ അവർ ഈ ഒരു മരത്തെ കെട്ടിപ്പിടിച്ച് ഹഗ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ഹഗ് ചെയ്ത് നിൽക്കുന്ന ചിത്രം ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടുത്തെ ആളുകൾ മരം വെട്ടാൻ വരുമ്പോൾ ചുറ്റും ഇങ്ങനെ ഹഗ് ചെയ്തിട്ട് മരത്തിനെ ഹഗ് ചെയ്തിട്ടാണ് കെട്ടിപ്പിടിച്ചാണ് അവർ നിൽക്കുന്നത്. ഇവരെ മാറ്റാതെ മരം വെട്ടാനായിട്ട് ആർക്കും സാധിക്കില്ല. ദ ഹിന്ദി വേർഡ് ചിപ്കോ മീൻസ് ടു ഹഗ്. ഇവിടെ ഹിന്ദിയിൽ ചിപ്കോ എന്ന് പറഞ്ഞ അർത്ഥം തന്നെ എന്താണ്, കെട്ടിപ്പിടിക്കുക, ഹഗ് ചെയ്യുക എന്നാണ്. ദ ചിപ്കോ മൂവ്മെൻറ്റ് വാസ് എ കണ്ടംപററി എക്കോളജിക്കൽ മൂവ്മെൻറ്റ്. പ്രകൃതിയുമായി ബന്ധപ്പെട്ട പ്രകൃതിക്ക് വേണ്ടിയുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു അത്. ആൻഡ് നോൺ വയലൻറ്റ് റെസ്പോൺസ് ടു ദ ലാർജ് സ്കെയിൽ ഡീഫോറസ്റ്റേഷൻ. മരം വെട്ടി എന്താ പറയുക, പ്രകൃതി കാട്ടിലൊക്കെ ഒരുപാട് മരങ്ങൾ വെട്ടി നശിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു മരം വെട്ടലിനെതിരെയായിരുന്നു ഈ ഒരു ചിപ്കോ മൂവ്മെൻറ്റ്. നോൺ വയലൻ്റ് ആയിരുന്നു. ദാറ്റ് വാസ് ടേക്കിംഗ് പ്ലേസ്. ഇത് ഹിമാലയൻ റീജിയനിലാണ് ഇത് നടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇത്ര കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കാം. നമുക്ക് ടെക്സ്റ്റിലേക്ക് പോവാം. മൈ എക്കോളജിക്കൽ ജേർണി സ്റ്റാർട്ടഡ് ഇൻ ദ മൈ എന്ന് പറഞ്ഞ വന്ദന ശിവേരെ. മൈ എക്കോളജിക്കൽ ജേർണി സ്റ്റാർട്ടഡ് ഇൻ ദ ഫോറസ്റ്റ് ഓഫ് ഹിമാലയ. അവർ പറയാണ്, എൻ്റെ പരിസ്ഥിതിപരമായിട്ടുള്ള യാത്ര തുടങ്ങുന്നത് ഹിമാലയത്തിൻ്റെ കാടുകളിലാണ്. മൈ ഫാദർ വാസ് എ ഫോറസ്റ്റ് കൺസർവേറ്റർ. വന്ദന ശിവ പറയാണ്, അവരുടെ അച്ഛൻ ഒരു ഫോറസ്റ്റ് കൺസർവേറ്റർ ആയിരുന്നു. ഇതൊരു ജോലിയാണ് കേട്ടോ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ജോലി. ആൻഡ് മൈ മദർ ബിക്കെയിം എ ഫാമർ ആഫ്റ്റർ ഫ്ലീയിങ് ദ ട്രാജിക് പാർട്ടീഷൻ ഓഫ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. അമ്മ ഒരു കർഷകയായിരുന്നു. ആ സമയത്താണ് ഇന്ത്യ പാകിസ്ഥാൻ്റെ ഒരു ട്രാജിക് പാർട്ടീഷനൊക്കെ വരുന്നത്. ഇറ്റ് ഈസ് ഫ്രം ദ ഹിമാലയൻ ഫോറസ്റ്റ്. എന്നവർ പറയുകയാണ്, ഹിമാലയൻ കാടുകളിൽ നിന്നാണ്. ആൻഡ് എക്കോസിസ്റ്റം, അവിടെ ഉണ്ടായിരുന്ന പരിസ്ഥിതിയിൽ നിന്നാണ്. ദാറ്റ് ഐ ലേൺഡ്, ഐ എന്ന് പറഞ്ഞാൽ വന്ദന ശിവ പഠിച്ചത്. മോസ്റ്റ് ഓഫ് വാട്ട് ഐ നോ അബൌട്ട് എക്കോളജി. പ്രകൃതിയെ പറ്റിയിട്ട് പരിസ്ഥിതിയെ പറ്റിയിട്ടൊക്കെ ഞാൻ പഠിച്ചത് ഹിമാലയൻ കാടുകളിൽ നിന്നാണെന്നാണ് അവർ പറയുന്നത്. ദ സോങ്സ് ആൻഡ് പോംസ്, പാട്ടുകൾ, കവിതകൾ, അവർ മദർ കമ്പോസ്ഡ്, നമ്മുടെ അമ്മമാർ ഉണ്ടാക്കുന്നത്. ഫോർ അസ്, നമുക്ക് വേണ്ടി പലപ്പോഴും നമ്മുടെ അമ്മമാർ കവിതകളും പാട്ടുകളൊക്കെ ഉണ്ടാക്കും. വേർ അബൌട്ട് ട്രീസ്, മരങ്ങളെക്കുറിച്ച്, കാടുകളെക്കുറിച്ച്. ആൻഡ് ഇന്ത്യൻ ഫോറസ്റ്റ് സിവിലൈസേഷൻ, ഇന്ത്യയുടെ കാട്ടിലുള്ള സംസ്കാരങ്ങളെ പറ്റിയൊക്കെയാണെന്നാണ് പറയണത്. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. മൈ ഇൻവോൾവ്മെൻറ്റ് ഇൻ ദ കണ്ടംപററി എക്കോളജി മൂവ്മെൻറ്റ്. ഇനി വന്ദന ശിവ് പറയാണ്, അവരെപ്പോൾ തൊട്ടാണ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയത്? അവർ പറയാണ്, മൈ ഇൻവോൾവ്മെൻറ്റ്, എൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ്, അതായത് വന്ദന ശിവയുടെ ഇൻവോൾവ്മെൻറ്റ് ആ ഒരു പരിസ്ഥിതിവാദത്തിന് വേണ്ടിയിട്ട് തുടങ്ങുന്നത് ഈ ഒരു ചിപ്കോ മൂവ്മെൻറ്റോട് കൂടിയാണ്. നമ്മളെന്താ ചിപ്കോ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു അല്ലേ? ചിപ്കോ മൂവ്മെൻറ്റോട് കൂടിയാണ് തുടങ്ങിയെന്ന് പറയാണ്. ആൻഡ് നോൺ വയലൻറ്റ് റെസ്പോൺസ് ടു ലാർജ് സ്കെയിൽ ഡീഫോറസ്റ്റേഷൻ ദാറ്റ് വാസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ഹിമാലയ റീജിയൻ. ഹിമാലയ പ്രദേശങ്ങളിൽ ഒരുപാട് ലാർജ് എമൗണ്ട്, ഒരുപാട് എണ്ണം കൂടുതലുള്ള രീതിയിൽ മരങ്ങൾ വെട്ടി നശിപ്പിച്ചിരുന്നു. അപ്പോൾ അതിനെതിരെ വയലൻസ് ഒന്നും ഇല്ലാത്ത രീതിയിലുള്ളൊരു മൂവ്മെൻറ്റാണ് ചിപ്കോ മൂവ്മെൻറ്റ്. ഇൻ 1970s, 1970-കളിൽ പെസൻറ്റ് വിമൻ ഫ്രം മൈ റീജിയൻ, അതായത് ഹിമാലയൻ റീജിയനുകളിൽ നിന്നുള്ള സ്ത്രീകൾ ഇൻ ഗോൾ ഹിമാലയ, ആ റീജിയൻ്റെ സ്ത്രീകൾ ഹാഡ് കം ഔട്ട് ഇൻ ദ ഡിഫെൻസ് ഓഫ് ഫോറസ്റ്റ്. അവരൊക്കെ കാടുകളെ സംരക്ഷിക്കാനായിട്ട് ഇറങ്ങി. ലോഗിങ് ഹാഡ് ലെഡ് ടു ലാൻഡ് സ്ലൈഡ്സ് ആൻഡ് ഫ്ലഡ്സ് ആൻഡ് സ്കേഴ്സിറ്റി ഓഫ് വാട്ടർ, ഫോഡർ ആൻഡ് ഫ്യൂവൽ. അപ്പോൾ എന്താണ്, ഈ ഒരു മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്ന കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളാണ് പറയണത്. അവർക്ക് നല്ല ഫ്ലഡുകൾ, വെള്ളപ്പൊക്കം ഉണ്ടാവാനായിട്ട് തുടങ്ങി.
കാരണം എന്താ, ശരിക്കും മരങ്ങളില്ലാണ്ടായപ്പോൾ വെള്ളം താഴേക്ക് പോകുന്നില്ല, വെള്ളപ്പൊക്കം, ലാൻഡ് സ്ലൈഡുകൾ, അതായത് മണ്ണിടിച്ചിലുകൾ. അപ്പോൾ ഈ ഓവറായിട്ട് ഈ മരങ്ങൾ ഇങ്ങനെ വെട്ടി നശിപ്പിച്ചപ്പോൾ മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്കം, അതുപോലെ തന്നെ കുടിവെള്ളമില്ലായ്മ, അതുപോലെ തന്നെ ദാരിദ്ര്യം, അതുപോലെ തന്നെ ഫ്യൂവലും ഇന്ധനമില്ലായ്മയൊക്കെ പ്രശ്നങ്ങളായിട്ട് വന്നു. സിൻസ് വിമൻ പ്രൊവൈഡ് ദീസ് ബേസിക് നീഡ്, ഇതൊക്കെ സ്ത്രീകളുടെ ആവശ്യമാണ്, ഇതൊക്കെ സ്ത്രീകൾ ശേഖരിക്കുന്നതായതുകൊണ്ട് ദ സ്കേഴ്സിറ്റി മെന്റ് ലോങ്ങർ വാക്സ് ഫോർ കളക്റ്റിംഗ് വാട്ടർ ആൻഡ് ഫയർവുഡ്. അവർക്ക് ഈ ഇന്ധനം, വിറക് അന്വേഷിച്ചിട്ടും വെള്ളം അന്വേഷിച്ചിട്ടും ഒരുപാട് ദൂരം പോകേണ്ടതായിട്ട് വന്നു. അതവർക്കൊരു വലിയ ബേർഡനായിരുന്നു, വലിയൊരു ഭാരമായിരുന്നു സ്ത്രീകൾക്ക്. വിമൻ ന്യൂ ദാറ്റ്, സ്ത്രീകൾക്ക് അറിയാമായിരുന്നു, ദ റിയൽ വാല്യൂ ഓഫ് ദ ഫോറസ്റ്റ് വാസ് നോട്ട് ദ ടിമ്പർ ഫ്രം എ ഡെഡ് ട്രീ. അവർക്കറിയാമായിരുന്നു ഒരു കാടിൻ്റെ മൂല്യം എന്ന് പറയുന്നത് നമ്മളൊരു മരം വെട്ടി ആ ഒരു മരത്തിൻ്റെ ആ ഒരു തടി എന്ന് പറയണതല്ല. മരം വെട്ടിക്കഴിഞ്ഞാൽ ആ മരം എന്തായി, ഡെഡായി, മരിച്ചു. അങ്ങനെ മരിച്ച ഒരു മരത്തിൻ്റെ ഒരു മരക്കഷ്ണമല്ല ഒരു കാടിൻ്റെ മൂല്യം എന്ന് പറയുന്നത്. ബട്ട് ദ സ്പ്രിങ്സ് ആൻഡ് സ്ട്രീംസ്, അവിടെ അരുവികളും അവിടുത്തെ സ്പ്രിങ്സൊക്കെയാണ്. ഫുഡ് ഫോർ ദെയർ കാറ്റിൽ, അവിടെയുള്ള കന്നുകാലികൾക്കുള്ള ഭക്ഷണമുണ്ട് അവിടെ. ആൻഡ് ദ ഫ്യൂവൽ ഫോർ ദെയർ ഹെർത്ത്, തീക്കും മറ്റുള്ള ഫ്യൂവലുണ്ട്. ആൻഡ് ദേ ഡിക്ലെയർ ദാറ്റ് ദേ കുഡ് ഹഗ് ദ ട്രീസ്. ഇങ്ങനെയുള്ള മരങ്ങളെ വെട്ടി നശിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ആ ഹിമാലയൻ റീജിയനിലെ സ്ത്രീകൾ പറഞ്ഞു. അവരങ്ങനെ മരങ്ങളെ കെട്ടിപ്പിടിക്കാനായിട്ട് തുടങ്ങി, ഹഗ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ദ ലോഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരം വെട്ടാനായിട്ട് വന്നവർക്ക്, ലോഗേഴ്സ് എന്ന് പറഞ്ഞാൽ മരം വെട്ടാൻ വന്നവർ വുഡ് ഹാവ് ടു കിൽ ദം. ഈ സ്ത്രീകളെ കൊന്നതിന് ശേഷം മാത്രമേ മരങ്ങളെ കൊല്ലാൻ പറ്റുള്ളൂ. ലോഗേഴ്സ് വുഡ് ഹാവ് ടു കിൽ ദം ബിഫോർ ദ കിൽ ദ ട്രീസ്. ആ മരം വെട്ടണമെങ്കിൽ ഇവരെ ആദ്യം കൊല്ലണം എന്നൊരു അവസ്ഥ വന്നു. അതാണ് കേട്ടോ ചിപ്കോ മൂവ്മെൻറ്റ്. ആ സ്ത്രീകളെ പിടിച്ചു നിൽക്കുന്നതൊക്കെ ശ്രദ്ധിക്കുക. ആ ഫോക്ക് സോങ് ഓഫ് ദാറ്റ് പീരീഡ് ഈസ് സെഡ്. അത് മാത്രമല്ല സ്ത്രീകൾ ഒരു ഫോക്ക് സോങ്ങും കൂടെ പാടിയിരുന്നു. അവരെന്ത് ഫോക്ക് സോങ്ങാണ് പാടിയിരുന്നത്? ദീസ് ബ്യൂട്ടിഫുൾ ഓക്സ്, എന്തൊരു ഭംഗിയുള്ള ഓക്ക് മരങ്ങളാണ്. ആൻഡ് റോഡോഡെൻഡ്രോൺസ്, മറ്റൊരു മരത്തിൻ്റെ പേരാണ്. ദേ ഗിവ് അസ് കൂൾ വാട്ടർ, നല്ല തണുത്ത വെള്ളം നൽകും. ഡോൺ കട്ട് ദീസ് ട്രീസ്, ഈ മരങ്ങൾ വെട്ടി നശിപ്പിക്കരുത്. വി ഹാവ് ടു കീപ് ദം അലൈവ്, നമുക്ക് അവ എപ്പോഴും ജീവനുള്ളതായിട്ട് തന്നെ വെക്കണം. ഓക്കെ. ഇനി ഇൻ 1973, 1973 I had gone to visit my favorite forest and swim in my favorite stream before leaving for Canada to do my PhD. അപ്പോൾ വന്ദന ശിവ പറയാണ് 1973 ആയപ്പോഴേക്കും അവർ PhDക്ക് വേണ്ടി കാനഡയിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് അവരവരെ ഇഷ്ടപ്പെട്ട കാടൊക്കെ ഒന്നും കൂടെ സന്ദർശിച്ചു, ഇഷ്ടപ്പെട്ട അരുവിയിലൊന്നും കൂടെ കുളിച്ചു, ഓക്കെ, നീന്തി എന്നൊക്കെ. ബട്ട് ദ ഫോറസ്റ്റ് വർ ഗോൺ. പക്ഷേ അങ്ങനെ അവർ ആഗ്രഹിച്ചപ്പോഴേക്കും ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു, അങ്ങനെ പോകണം, ഞാൻ കാനഡയിലേക്ക് പോകുമ്പോഴേക്കും ഇവിടെയൊക്കെ പോയിട്ട് ഫോറസ്റ്റിലൊക്കെ പോകണം, സ്വിം ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കാടുകളൊക്കെ പതിയെ പതിയെ ഇല്ലാതാവുന്ന കാഴ്ചയാണ് കണ്ടത്. ആൻഡ് സ്ട്രീം വാസ് റെഡ്യൂസ്ഡ്, അരുവിയാണെങ്കിലോ ചെറുതായി, എന്ന് പറഞ്ഞാൽ എന്താ, വെള്ളമില്ലാതെയായി. ടു എ ട്രിക്കിൾ, വെറും ഒരു ട്രിക്കിൾ പോലെയായിട്ട് മാറി. അപ്പോൾ പതുക്കെ പതുക്കെ പ്രകൃതിക്ക് വരുന്ന നാശങ്ങളാണ് ഇവിടെ പറയുന്നത്. കാട് വെട്ടി നശിപ്പിക്കപ്പെടുന്നത്, അതിൻ്റെ ഫലമായിട്ട് അരുവികളിലൊക്കെ വെള്ളം കുറയുന്നത്, അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഐ ഡിസൈഡഡ് ടു ബിക്കം എ വളണ്ടിയർ ഫോർ ദ ചിപ്കോ മൂവ്മെൻറ്റ്. അങ്ങനെ വന്ദന ശിവ ചിപ്കോ മൂവ്മെൻറ്റിന് ഒരു വളണ്ടിയർ എന്ന് പറഞ്ഞാൽ സഹായി ആവാൻ തീരുമാനിച്ചു. ആൻഡ് ഐ സ്പെൻഡ് എവരി വെക്കേഷൻ ഡൂയിങ് പദയാത്രാസ്. എല്ലാ വെക്കേഷനിൽ വരുമ്പോഴും പദയാത്രകൾ നടത്തി. ഇത് പദയാത്ര എന്ന് പറഞ്ഞാൽ വാക്കിംഗ് പിൽഗ്രിമേജ്, ഇങ്ങനെ തീർത്ഥാടകർ, ഭക്തിയുള്ളവരൊക്കെ നടക്കുന്ന പോലെയുള്ളത്, അങ്ങനെ യാത്രകൾ നടത്തി. ഡോക്യുമെൻറ്റിങ് ദ ഡീഫോറസ്റ്റേഷൻ. അപ്പോൾ ഈ ഒരു പദയാത്രയുടെ ഉദ്ദേശം എന്തായിരുന്നു? വനനശീകരണത്തിൻ്റെ ആപത്തുകളെ പറ്റി ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാം. ഡോക്യുമെൻറ്ററിങ് ദ ഡീഫോറസ്റ്റേഷൻ ആൻഡ് ദ വർക്ക് ഓഫ് ദ ഫോറസ്റ്റ് ആക്ടിവിറ്റീസ് ആൻഡ് സ്പ്രെഡിങ് ദ മെസ്സേജ് ഓഫ് ചിപ്കോ. ചിപ്കോയുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനായിരുന്നു ഈ ഒരു യാത്ര. One of the dramatic Chipko actions took place in the Himalayan village of Adwani in 1977. പറയാണ് ചിപ്കോ മൂവ്മെൻറ്റിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വളരെ നാടകീയമായൊരു സംഭവം ചിപ്കോ പ്രസ്ഥാനവുമായിട്ട് വരുന്നത് 1977 അതും ഹിമാലയൻ വില്ലേജായിട്ടുള്ള അദ്വാനിയിലാണ് വരുന്നത്.
അവിടുത്തെ ഒരു വില്ലേജ് വുമൺ, ഒരു ഗ്രാമീണ സ്ത്രീ നെയ്മഡ് ബച്ചിനി ദേവി, അവരുടെ പേരെന്തായിരുന്നു ബച്ചിനി ദേവി, ലെഡ് എ റെസിസ്റ്റൻസ്, അവരൊരു കാര്യം ചെയ്തു, ഒരു പൊരുതൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക എതിർപ്പ് നിന്നു. ആർക്കായിട്ട് അവർ എതിർത്ത് നിന്നത്? എഗെയിൻസ്റ്റ് ഹെർ ഓൺ ഹസ്ബൻഡ്, ഭർത്താവിനെതിരായിട്ട്, ഹു ഹാഡ് ഒബ്റ്റെയിൻഡ് എ കോൺട്രാക്ട് ടു കട്ട് ട്രീസ്, മരങ്ങൾ വെട്ടാനായിട്ട് ഈ ബച്ചിനി ദേവിയുടെ ഹസ്ബൻഡിന് ഒരു കോൺട്രാക്റ്റ് കിട്ടി. അപ്പോൾ അതിനെ എതിർത്ത സ്ത്രീ നിന്നു എന്ന് പറയാണ്. വെൻ ദ ഒഫീഷ്യൽ അറൈവ്ഡ് അറ്റ് ദ ഫോറസ്റ്റ്, മരം വെട്ടാനായിട്ട് ഒഫീഷ്യൽസ് വന്നപ്പോൾ ദ വിമൻ ഹെൽഡ് അപ്പ് ലൈറ്റ് ആൻഡ് ലാൻഡേൺസ്, ഒരു പന്തം കത്തിക്കുക അല്ലെങ്കിൽ വെളിച്ചം കത്തിച്ചു. ഓൾദോ ഇറ്റ് വാസ് ബ്രോഡ് ഡേ ലൈറ്റ്, നല്ല വെളിച്ചമൊക്കെ ഉണ്ടെങ്കിലും സ്ത്രീകൾ പന്തം കത്തിച്ച് പ്രതിഷേധിച്ചു എന്ന് പറയാണ്. ദ ഫോറസ്റ്റർ ആസ്ക്ഡ് ദം ടു എക്സ്പ്ലെയിൻ, എന്താ കാരണം എന്ന് ഈ ഒരു ഫോറസ്റ്റർ ചോദിച്ചു, വിവരിക്കാൻ പറഞ്ഞു. ദ വിമൻ റിപ്ലൈഡ്, സ്ത്രീകൾ പറഞ്ഞു, വി ഹാവ് കം ടു ടീച്ച് യു ഫോറസ്ട്രി, അങ്ങ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണെങ്കിലും കാടിനെ പറ്റി അങ്ങേക്ക് ഞങ്ങൾക്ക് പറഞ്ഞു തരേണ്ടി വരും. ഹി റിട്ടോർട്ടഡ്, അപ്പോൾ ആ ഫോറസ്റ്റർ എന്താ പറഞ്ഞേ? യു ഫൂളിഷ് വിമൻ, നിങ്ങൾക്ക് തീരെ വിഡ്ഢികളായ സ്ത്രീകളെ, ഹൗ ക്യാൻ യു പ്രിവെൻറ്റ് ട്രീ ഫെല്ലിംഗ് ബൈ ദോസ് ഹു നോ ദ വാല്യൂ ഓഫ് ദ ഫോറസ്റ്റ്, എങ്ങനെയാണ് നിങ്ങൾക്ക് തടയാൻ പറ്റുക? ഞങ്ങളൊക്കെ കാടിനെ കുറിച്ച് പഠിച്ചവരാണ്, ഞങ്ങൾ കാട്ടിലെ ജീവനക്കാരാണ്, ഞങ്ങൾ ആ ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പം ഞങ്ങൾ വെട്ടാനായിട്ടാണ് വന്നത്, ഞങ്ങളിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് ട്രീനെ, ഈ മരത്തിനെ, മരം വെട്ടാതെ എങ്ങനെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ പറ്റും വിഡ്ഢികളായ സ്ത്രീകളെ എന്ന് ചോദിച്ചു. ഡു യു നോ വാട്ട് ഫോറസ്റ്റ് ബിയർ, നിങ്ങൾക്കറിയോ കാട്ടിൽ നിന്നിൻ്റെ ഗുണം എന്താണ്, കാട്ടിൽ നിന്ന് എന്താ കിട്ടുക എന്ന് നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അയാൾ തന്നെ ഉത്തരം പറയാണ്, ദേ പ്രൊഡ്യൂസ് പ്രോഫിറ്റ്, അത് കാട് ഭയങ്കരമായിട്ട് സാമ്പത്തികമായിട്ട് വരുമാനം നൽകും. ആൻഡ് റേസിൻ ആൻഡ് ടിമ്പർ, മരം നൽകും. അങ്ങനെ കുറേ കാര്യങ്ങൾ പറയാണ്. കാടിൻ്റെ കമേഴ്ഷ്യലായിട്ടുള്ള സാമ്പത്തിക ഗുണം മാത്രമാണ് അവർ നോക്കുന്നുള്ളൂ, അല്ലാതെ പ്രകൃതിയുമായി ഇണങ്ങിച്ചേരുന്ന പക്ഷികൾ, മൃഗങ്ങൾ, ജീവജാലങ്ങൾ, അവിടുത്തെ ചെടികൾ, ഇതെങ്ങനെ ഈ മരം വെട്ടുമ്പോൾ പരിസ്ഥിതി എങ്ങനെ നശിക്കുന്നു എന്നൊന്നും അവർ ചിന്തിക്കുന്നില്ല. ആ സമയത്ത് ദ വിമൻ സാങ് ബാക്ക് ഇൻ കോറസ്, സ്ത്രീകൾ പാട്ടുപാടി. എന്താ പാട്ട് പാടിയത്? വാട്ട് ഡു ദ ഫോറസ്റ്റ് ബിയർ, എന്താണ് കാടുകളിലുള്ളത്? ഫോറസ്റ്റർ പറഞ്ഞത് കാടുകളിലുള്ളത് പൈസ ഉണ്ടാക്കാൻ പറ്റിയ മരവും വലിയ എന്താ പറയുക വലിയ മരങ്ങളും അതുവഴി ചെയർ, അതുപോലെ ടേബിളൊക്കെ ഉണ്ടാക്കാം, ടിമ്പർ ഉണ്ടാക്കാം എന്നൊക്കെയാണ്. പക്ഷെ ഇവിടെ വിമൻ പാടുന്നത് എന്താ? വാട്ട് ഡു ദ ഫോറസ്റ്റ് ബിയർ, സോയിൽ, വാട്ടർ ആൻഡ് പ്യുവർ എയർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മണ്ണ്, വെള്ളം, പ്യുവർ എയർ, വായു. വീണ്ടും അവർ പറയാണ്, സോയിൽ, വാട്ടർ ആൻഡ് പ്യുവർ എയർ, നല്ല ശുദ്ധമായ മണ്ണ്, വെള്ളം, അതുപോലെ തന്നെ വായു. സസ്റ്റെയിൻ ദ എർത്ത് ആൻഡ് ഓൾ ഷീ ബിയേഴ്സ്, ഇത് മൂന്നുമാണ് ഭൂമിയിലെ നിലനിൽപ്പിന് കാരണം, ഓരോ ജീവജാലത്തിൻ്റെയും നിലനിൽപ്പിന് കാരണം ഇതാണ് എന്ന് പറഞ്ഞ് വുമൺ ഈ ഒരു കോറസ് പാടുന്നതായിട്ടാണ്. അപ്പം ഇത്ര ഒരു ഭാഗം നോക്കുക, അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ, അത് ലെങ്ത് ഉള്ളതാണ്. ഓക്കെ, താങ്ക് യു.